നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആലപ്പുഴയിൽ നിന്ന് ഒരു കേന്ദ്രമന്ത്രി ഡൽഹിയിലേക്ക് പോകാൻ സാധ്യത തെളിഞ്ഞു വരികയാണ്. ആ സാധ്യത ഒരുക്കുന്നത് കോൺഗ്രസ് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കേന്ദ്രമന്ത്രിയാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു കോൺഗ്രസ് നേതാവ് ആയിരിക്കില്ല, കോൺഗ്രസിൻ്റെ പ്രതിനിധി ആയിരിക്കില്ല അങ്ങ് ലോക്സഭയിലേക്ക് എത്തുന്നത്. പകരം മറിച്ച് ഒരു BJPയുടെ MP തന്നെയായിരിക്കും കേന്ദ്രമന്ത്രിയാകാൻ തയ്യാറായി പോകുന്നത്. അവർ ആ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം അവർക്ക് പാലിച്ചേ മതിയാകും. അതായത് ഒരു വനിതാ കേന്ദ്രമന്ത്രി. ആലപ്പുഴയിലെ ജനങ്ങൾക്ക് അവർ നൽകിയ ആ വാഗ്ദാനം പാലിച്ചു കൊടുക്കാൻ കർമ്മബദ്ധരായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാഗ്ദാനം നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം, ഭാരിച്ച ഉത്തരവാദിത്തം ഇന്ന് കോൺഗ്രസിൻ്റെ തലയിലാണെന്നേ. എങ്ങനെയാണെന്നല്ലേ വളരെ കൃത്യമായി പറഞ്ഞു തരാം. ഇത്തവണ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വെറുതെയൊന്നുമല്ല രമേശ് പിഷാരടി എന്ന് പറയുന്ന ഒരു നേതാവ് ജയിച്ചു കയറിയത്. നേതാവല്ല, ഒരു സ്ഥാനാർത്ഥി. അതിനപ്പുറത്തേക്ക് ഒരു നേതാവ് എന്ന് വിളിക്കാൻ തക്ക യോഗ്യതയൊന്നും രമേശ് പിഷാരടി എന്ന് പറയുന്ന ചലച്ചിത്രകാരനും മിമിക്രി താരത്തിനും ഇല്ല എന്നുള്ളത് ഈ നാട്ടിലെ അല്ലെങ്കിൽ പാലക്കാട് ജനതയ്ക്ക് അറിയാവുന്നതാണ്. ഒരു കേന്ദ്രമന്ത്രിയെ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിയെ നിങ്ങൾക്ക് സമ്മാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാലക്കാട്ടുകാരുടെ തലയിൽ ഒരാളെ അടിച്ചേൽപ്പിച്ചിരുന്നു. ആ ആളുടെ പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നടക്കാൻ പോകുന്ന ഒരു വലിയ പ്രതിസന്ധി ഇനിയിപ്പോൾ ഈ ഭരണത്തെയും ആകമാനം അല്ലെങ്കിൽ കോൺഗ്രസിനെ ആകമാനം പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു വലിയ സംഭവമായി മാറുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിജീവിതമാർ 3 പേരാണ്. ആ 3 പേരും ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ അന്വേഷണം എവിടെ വരെ എത്തും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോഴുണ്ട്. കാരണം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെന്നേ. അതുകൊണ്ട് അന്വേഷണം എവിടെ? പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണ ഏജൻസിയാണല്ലോ ഇതിപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തിലെ പല ആൾക്കാർക്കും DYSP ആയി അടൂരിലേക്ക് പോസ്റ്റിംഗ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ പ്രലോഭിപ്പിച്ചതിൻ്റെ കഥകളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കൈകൂപ്പിപ്പോയ പോലീസ് ഏമാന്മാരുമുണ്ട്. അപ്പോൾ ഇപ്പോൾ പ്രലോഭനങ്ങൾ കൊണ്ട് അവരെ വിലക്കെടുക്കാനുള്ള പരിശ്രമത്തിലാണ് കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചില സത്യസന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ ആ അതേ പാലക്കാട് എങ്ങനെയാണ് ഒരു ശോഭാ സുരേന്ദ്രൻ ഒരു ഘട്ടത്തിൽ വന്നു നിൽക്കുകയും പാലക്കാട് BJPക്ക് ശക്തമായ വേരോട്ടമുള്ള ഒരു മണ്ണാക്കി തീർക്കുകയും ചെയ്ത പാലക്കാട് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് പരാജയപ്പെടുന്നത്? നമുക്ക് അത്ഭുതം തോന്നിയേക്കാം. ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിക്കേണ്ടതാണ്. ഒരു രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത വെറുമൊരു ടെക്നോക്രാറ്റ് മാത്രമായിരുന്ന മെട്രോമാൻ എന്ന് പറയുന്ന പടുവൃദ്ധനെ അവിടെ കൊണ്ട് നിർത്തിയിട്ടും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവത്വം തുളുമ്പി നിൽക്കുന്ന UDF സ്ഥാനാർത്ഥിയെ വിറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു BJPക്ക്. എന്നിട്ട് പോലും അത്രത്തോളം പ്രാധാന്യമില്ലേ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിന് BJPയിൽ? അപ്പോൾ അത്രത്തോളം താഴെയാണോ, അല്ലെങ്കിൽ മെട്രോമാൻ ശ്രീധരനേക്കാൾ താഴെയാണോ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകയും സജീവ രാഷ്ട്രീയ പ്രവർത്തകയുമായ ശോഭാ സുരേന്ദ്രൻ എന്ന് നമ്മൾ ഒരു വട്ടം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു ഡീല് പ്രവർത്തിക്കുന്നുണ്ട്. ആ ഡീൽ വളരെ കൃത്യമാണ്. തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ലയിൽ നിന്ന് 3 MLA-മാർ, അല്ലെങ്കിൽ 3 തലസ്ഥാനത്ത് നിന്ന് മാത്രമായി 2 MLA-മാർ നിയമസഭയിലേക്ക് BJPയുടേതായി എത്തുന്നു. എങ്ങനെ സംഭവിച്ചു? അവിടെ കോൺഗ്രസിൻ്റെ വോട്ടുകളൊക്കെ എവിടേക്കാണ് പോയി ചേക്കേറിയത്? ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ ഡീലുകൾ നടന്നിട്ടുണ്ട്. ആ ഡീലിൻ്റെ മറ്റൊരു പുറമാണ് നമ്മൾ കാണാൻ പോകുന്ന ആലപ്പുഴയും. എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അതല്ലേ നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇരിക്കൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും ഇപ്പം നമുക്കറിയാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലൊന്ന് മുഖ്യമന്ത്രി ചർച്ചയാണ്. ആരാകണം മുഖ്യമന്ത്രി? വകുപ്പ് വിഭജനം ഏറെക്കുറെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി അതിൻ്റെ പേരിലും ഒരു തമ്മിൽ തല്ല് കൂടി നമ്മൾ കാണേണ്ടി വരും. അതായത് ഓരോ ഘടകകക്ഷികൾക്കും കൊടുക്കേണ്ട വകുപ്പുകൾ ഏതൊക്കെ, ഓരോ ഘടകകക്ഷികൾക്കും എത്രത്തോളം മന്ത്രിസ്ഥാനം കൊടുക്കണം, ഏതൊക്കെ വകുപ്പുകൾ കൊടുക്കണം തുടങ്ങി ഒരുപാട് ചർച്ചകൾ ഇനിയിപ്പോൾ കോൺഗ്രസിനുള്ളിൽ അല്ലെങ്കിൽ UDFനുള്ളിൽ പുകയാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് മുഖ്യമന്ത്രി ചർച്ചകൾ ഇങ്ങനെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇരിക്കൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും ജയിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് എത്തി മുഖ്യമന്ത്രിയാകുക ആദ്യം. അതിനുശേഷം ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്നുള്ള MLA അവിടെ രാജിവെപ്പിച്ചിട്ട് അവിടെ നിന്ന് വിജയിച്ചിട്ട് KC വേണുഗോപാലിന് നേരെ നിയമസഭയിലേക്ക് എത്തുക, അങ്ങനെ മുഖ്യമന്ത്രിയാകുക എന്ന് പറയുന്ന ഒരു കുറുക്കു വഴി കണ്ടുപിടിച്ചിട്ടാണ് കുറുക്കനായ ഈ KC വേണുഗോപാൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായി ഈ ഒരു വഴികളെക്കുറിച്ച് ബോധ്യമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമെന്നോണം ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP സ്ഥാനം KC വേണുഗോപാലിന് രാജിവെക്കേണ്ടി വരും. അങ്ങനെ രാജിവെക്കേണ്ട സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിൽ അല്ലെങ്കിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കൃത്യമായ തേരോട്ടം നടത്തിയെടുത്ത ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. അതാണ് അവരുടെ ഡീൽ. നമുക്കറിയാം KC വേണുഗോപാൽ എവിടെ രാജിവെക്കുന്നോ അവിടെ നിന്ന് ഒരാൾ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് ഒരാൾ നേരെ രാജ്യസഭയിലേക്ക് പോയിരിക്കും. നമുക്കറിയാം അവിടെ KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു.
കെ.സി. വേണുഗോപാൽ രാജസ്ഥാനിലെ രാജ്യസഭാംഗത്വം രാജിവെച്ച തൊട്ടു പിന്നാലെ അവിടെ നിന്ന് ഒരു ബിട്ടു നേരെ പോയിരിക്കുന്നു രാജ്യസഭാ MP ആയി. അതാരായിരുന്നു? BJP കാരനായിരുന്നു. തുടർന്ന് അദ്ദേഹം ഇന്ന് ഒരു മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്. ഇതാണ് ഡീല്. അങ്ങ് ദേശീയ തലത്തിൽ തുടങ്ങുന്ന കോൺഗ്രസ് BJP ഡീലിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. ആ ഡീലിൻ്റെ ഭാഗമായിട്ടാണ് ഇനിയിപ്പോൾ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ ആലപ്പുഴയിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക. ഇതാണ് BJPയും കെ.സി. വേണുഗോപാലും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഇനി നമ്മൾ കാണാൻ പോകുന്ന രാഷ്ട്രീയ നാടകം. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ വീണ്ടും അവിടെ എത്തുമ്പോൾ നമുക്കറിയാം, ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വന്നിട്ട് കായംകുളം, ഹരിപ്പാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ ശക്തമായ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടു പോകാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രന് തന്നെ ഇത്തവണ ആലപ്പുഴ മണ്ഡലത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ കൊണ്ടിടാൻ പോകുന്നത് ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ആയിരിക്കും ആലപ്പുഴ മണ്ഡലത്തിൽ. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലോക്സഭയിലേക്ക് എത്താനുള്ള സാധ്യത തെളിഞ്ഞു നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു നേതാവിന് തന്നെയാണ്. കഴിഞ്ഞ തവണ വന്ന് ഈ ആലപ്പുഴയിൽ നടത്തിയ ഗ്രൗണ്ട് വർക്കുകളെല്ലാം തന്നെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കും. ഇത്തവണ ഈ കഴിഞ്ഞ തവണ നമ്മുടെ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രീതി നടേശനായിരുന്നല്ലോ അന്ന് BJPയുടെ ഇലക്ഷൻ കൺവെൻഷൻ്റെ തിരിതെളിയിച്ച് ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ സാമുദായികമായ ഒരു കൺസോളിഡേഷൻ അവിടെ സംഭവിക്കും. അവിടെ ഈഴവ വോട്ടുകൾ ഏകീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ആ ഈഴവ വോട്ടുകൾ കൃത്യമായി ഏകീകരിക്കപ്പെടുകയും അത് ചെന്ന് ചേരുകയും ചെയ്യുന്നത് ശോഭാ സുരേന്ദ്രനിലാണ് എന്നുള്ള കൃത്യമായ വിവരം അല്ലെങ്കിൽ കൃത്യമായ ബോധവും അറിവും ഈ പറയുന്ന കെ.സി. വേണുഗോപാലിനുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വോട്ടുകളെല്ലാം പിടിച്ചു മാറ്റുന്നതിനും ഈ ഒട്ടുമിക്ക നിയോജക മണ്ഡലങ്ങളിലും വലിയൊരു മുന്നേറ്റം നടത്താനും ശോഭാ സുരേന്ദ്രന് സാധിക്കും. അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന ആലപ്പുഴയിലാണെങ്കിൽ, ഹരിപ്പാടാണെങ്കിലും, ആലപ്പുഴയിലാണെങ്കിലും, കുട്ടനാടാണെങ്കിലും, അമ്പലപ്പുഴയിലാണെങ്കിലും എവിടെയും ഈ പറയുന്ന ഒരു തേരോട്ടം നടത്തിയെടുക്കുവാൻ ഇവിടെ ശോഭാ സുരേന്ദ്രന് സാധിക്കുകയും തുടർന്ന് ശോഭാ സുരേന്ദ്രൻ വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തുകയും ചെയ്യും. സ്വാഭാവികമെന്നോണം അന്ന് ശോഭാ സുരേന്ദ്രൻ ആ നാട്ടുകാർക്ക് കൊടുത്ത വാക്ക് ഇത്തവണ പാലിക്കപ്പെടും. വനിതാ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എടുത്തുയർത്തപ്പെടുകയും ചെയ്യും. അപ്പോഴും കേരളത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി സംഭാവന ചെയ്ത് എന്താണ് നമുക്കറിയാം. അവിടെ നേമത്ത് നിന്നും ചാത്തന്നൂരും കഴക്കൂട്ടത്ത് നിന്നും 3 MLA-മാരെയാണ് BJPക്കായി കോൺഗ്രസ് പാർട്ടി സംഭാവന ചെയ്തിരിക്കുന്നത്. മറ്റൊരിടത്തേക്ക് നമുക്ക് നോക്കാം. തൃശ്ശൂരിൽ നിന്ന് ഒരു MP-യെയും കേന്ദ്രമന്ത്രിയെയും ഇവിടെ കോൺഗ്രസ് സംഭാവന ചെയ്തിരിക്കുന്നു. നമുക്ക് വളരെ കൃത്യമായി അറിയാമല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ അതിനുള്ള മറുപണിയല്ലേ മണലൂരിൽ ഇത്തവണ TN പ്രതാപനിട്ട് കോൺഗ്രസ്സുകാർ പണിഞ്ഞത്. K. മുരളീധരൻ എന്ന് പറയുന്ന അവിടുത്തെ തൃശ്ശൂരിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിന്ന TN പ്രതാപൻ എന്ന് പറയുന്ന നേതാവ് മണലൂരിൽ നിർത്തി പരാജയപ്പെടുത്താൻ കോൺഗ്രസ് വളരെ ശക്തമായ തോതിൽ പരിശ്രമിച്ചു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് C. രവീന്ദ്രനാഥ് എന്ന് പറയുന്ന അവിടെ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ച് കയറിയത്, അതായത് രവീന്ദ്രമാഷ് കയറിയത്. അപ്പോൾ അങ്ങനെ തൃശ്ശൂരിൽ കൊടുത്തതിന് മണലൂരിലിട്ട് പകരം വീട്ടുകയായിരുന്നു TN പ്രതാപനോട് ചെയ്തത്. അപ്പോൾ അവിടെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? തൃശ്ശൂരിൽ അന്ന്, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ശക്തമായ അടിയൊഴുക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയല്ലേ. അപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി BJPയെ കേരളത്തിൽ വളരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പക്ഷേ ഇടതുപക്ഷത്തിനല്ല ദോഷം ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് ദോഷം ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കാണെന്നും BJP കവർന്നെടുക്കാൻ പോകുന്നത് കോൺഗ്രസിൻ്റെ സ്പേസ് ആണ് എന്നുള്ള വിവരവും കൃത്യമായി മനസ്സിലാക്കാനുള്ള ഔചിത്യബോധം കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലേ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ 2031 അല്ലെങ്കിൽ 2036 എന്ന് പറയുന്ന ഒരു കണക്കിലേക്കൊക്കെ എത്തുമ്പോൾ ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിലെ ഒട്ടുമിക്ക ഈ പറയുന്ന 102ഓളം വരുന്ന MLA-മാരും രാജിവെച്ചിട്ട് നേരെ BJPയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നമ്മൾ. അങ്ങനെ പലരെയും വിഴുങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നമുക്കറിയാം ബാബു ദിവാകരൻ എന്ന് പറയുന്ന അടൂരിൽ നിന്നുള്ള ഒരു നേതാവിനെ അവർ കൊണ്ടുപോയില്ലേ. ഈ പറയുന്ന പോലെ തൊടിയൂർ രാമചന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ അവർ കൊണ്ടുപോയില്ലേ. അങ്ങനെ എത്ര നേതാക്കന്മാർ ദേശീയ തലത്തിൽ തന്നെ ഒരു ഡസനല്ല, ഈ 2 ഡസനല്ല, 5-10 ഡസനോളം വരുന്ന നേതാക്കന്മാരെ കവർന്നെടുത്തവരല്ലേ ശരിക്കും BJPക്കാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ BJPയെ വളരാൻ അനുവദിക്കുന്ന ആരാണ്? ഇപ്പോൾ കെ.സി. വേണുഗോപാൽ കൂടി ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ നിന്ന് വിജയിപ്പിക്കുന്നതോടുകൂടി 2 കേന്ദ്രമന്ത്രിമാർ, BJPയുടെ 2 കേന്ദ്രമന്ത്രിമാരെ കൂടി കോൺഗ്രസ് സംഭാവന ചെയ്യുകയല്ലേ.
അതോടൊപ്പം ഒന്നുകൂടി ചേർത്ത് വായിക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ നിന്നും കെ സി വേണുഗോപാൽ ഒരു കേന്ദ്രമന്ത്രിയെ സംഭാവന രാജസ്ഥാനുകാർ BJPക്ക് നൽകിയില്ലേ? അപ്പം ഇതൊക്കെയാണ് ഡീലിൻ്റെ ഒരു യഥാർത്ഥമായ മുഖം. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഇത്തവണ ആലപ്പുഴയിൽ തന്നെ മത്സരിപ്പിക്കാൻ വേണ്ടിയുള്ള കളമൊരുക്കൽ കൂടി കെ സി വേണുഗോപാൽ കേരളത്തിൽ നടത്തി വെച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.